ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത് രാവിലത്തെ എൻ്റെ വ്യൂ ആണ് വർക്കിന് പോകുമ്പോൾ ഉള്ളത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ മരവും ഇതിനകത്ത് കിളികളെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വർക്കിന് പോയി. വർക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 3:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന്. എനിക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു, നാട്ടിൽ പോവല്ലേ. അങ്ങനെ വീട്ടിലിരിക്കുന്ന ആശിനെയും കുത്തിപ്പൊക്കി ഞാൻ ദേ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനാണ് എത്തിയത്. അവൾ പുറകെ വരുന്നുള്ളൂ. ഞാൻ അലക്സാണ്ടർ പ്ലാസിലേക്കാണ് പോയത്. അവൾ വരുന്നവരെ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗലേറിയയിലേക്ക് വെച്ച് പിടിച്ചു. ഇവിടെ വന്ന് ഞാൻ മെയിനായിട്ട് സെഫോറയാണ് നോക്കുന്നത്. എനിക്ക് സെഫോറയുടെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും കിട്ടിയില്ല. എല്ലാത്തിനും ഡബിൾ വില ഇട്ടിട്ട് പകുതി വില എന്ന് കാണിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ആഷി ഞാനും അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജമ്പനും തുമ്പനും കൂടെ നേരെ പ്രൈമാർക്കിലേക്ക് വിട്ടുട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെയും ഭീകര തിരക്ക്. അങ്ങനെ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ട ഈ റെഡ് സ്വെറ്റ് ഷർട്ടാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ നെക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്മസ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് മൊത്തത്തിൽ റെഡ് വൈബായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, എന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മഞ്ഞക്കിളിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാറില്ല. ഇതെൻ്റെ ഫേവറേറ്റ് ജാക്കറ്റാണ്. അങ്ങനെ അടുത്ത ഷർട്ടും കിട്ടി, അതും എനിക്കിഷ്ടമായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. പ്രത്യേകിച്ച് ഒരു കളക്ഷൻ ഉണ്ടായില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഉണ്ടെങ്കിലും എനിക്കൊന്നും എടുക്കാൻ തോന്നിയില്ല. എന്താണെന്നറിയില്ല, പണ്ടത്തെ പോലെ സാധനങ്ങൾ മേടിച്ചു കൂട്ടാനുള്ള സ്കിൽസ് എൻ്റെ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. പ്രായമാവുന്നതിൻ്റെ ആയിരിക്കേ. പിന്നെ ഞാൻ അതും ഇതൊക്കെ നോക്കി, ഒന്നും കിട്ടിയില്ല. എനിക്കൊന്നും കണ്ട് തൃപ്തിയാവുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇതുപോലെ കുറേ തവണ ഷോപ്പിന് പോയി തിരിച്ച് വന്നായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ആഷി അവൾക്ക് വേണ്ട സാധനം പോയി പൊക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളെ പറയണു ഇതൊന്ന് വേണമെന്ന്. അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാതെ ഒന്നും എടുക്കാത്ത വിഷമത്തിൽ തൊട്ടടുത്തുള്ള ബർഗർ കിങ്ങിലേക്ക് പോയി. ഇന്ന് വർക്കിന് പോയിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഒരു കോഫി മാത്രമേ കുടിച്ചിട്ടുണ്ടായുള്ളൂ, പിന്നെ 1 ലിറ്റർ വെള്ളം. എന്നാൽ പിന്നെ ഒരു ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. ബർഗർ കിങ്ങിൽ കയറി ആഷി എനിക്കൊരു ബർഗറും പിന്നെ അവൾക്ക് കുറച്ച് ഫ്രൈസും നഗറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രിങ്കും. ഇതൊരു കോംബോ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മളതാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. സാധാരണ ഞങ്ങളെല്ലാവരും മെക്ഡിയുടെ ആൾക്കാരാണ്. അതാകുമ്പോൾ €4.49 നമുക്ക് 2 ബർഗറും ഫ്രൈസും ഡ്രിങ്ക്സൊക്കെ കിട്ടുമല്ലോ. എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായി ജീവിക്കാം എന്നാണ് ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ബർഗർ കിങ്ങിലെ ബർഗർ ഇവിടെ നിന്ന് കഴിക്കാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് പണ്ട് കഴിച്ചിട്ടുണ്ട്, അത് മാഷിയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു നഗട്ടിൻ്റെ ബർഗറായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പ്രൈമാർക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കുറച്ച് കവറുകൾ ശ്രദ്ധിച്ചത്. അത് അലക്സാ മോളിലുള്ള ഷോപ്പുകളിലെ കവറാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുവാണ്. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി, നമുക്ക് അലക്സാ മോളിലേക്ക് എത്താം. അപ്പോൾ ഞാൻ അങ്ങോട്ട് നേരെ പോയി. ഇവിടെ ചെന്നിട്ട് സാറേ കയറി, H&M കയറി, പുള്ളാൻബേറി കയറി, ജാക്ക് ആൻഡ് ജോൺസിലും കയറി, ഒന്നും കിട്ടിയില്ല. അവസാനം തനിമലയാളി ചേച്ചി പറഞ്ഞ പോലെ കിക്കോ മിലാനോ ഒന്ന് കണ്ടപ്പോൾ അങ്ങോട്ടേക്കും കയറി. ഇവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഈ ബ്രാൻഡ് ഒട്ടും ഇഷ്ടമില്ല, കണ്ടിട്ടൊരു മെനയില്ല. അങ്ങനെ അതും വാങ്ങാണ്ട് ആസ് യൂഷ്വൽ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. വെറൈറ്റി ഒരു സാധനം കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. അതും കഴിച്ച് തളർന്ന് കാലും വേനെടുത്ത് നടുവും വേനെടുത്ത് വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയല്ലേ. പിന്നെ H&Mനോട് ഒരു ലോഡ് പുച്ഛവും കാണിച്ച് ഞാൻ വീട്ടിലേക്ക് പോരാൻ തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് 6 ട്രെയിൻ കിട്ടി. അങ്ങനെ ഞാനും ആഷയും കൂടെ വീട്ടിലേക്ക് പോന്നു. അപ്പം നമുക്ക് അടുത്ത വർഷം കാണാം. ബൈ ബൈ ഗൈസ്.